ജസ്റ്റ് നമ്മുടെ കുർത്തിയിൽ ഇന്നൊരു പ്ലെയിൻ ടോപ്പാട്ടോ. അതായത് ഇങ്ങനത്തെ മോഡൽ നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഒത്തിരി പേർ റിക്വസ്റ്റ് ഉണ്ട്, നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പുകൾക്ക് വേണ്ടി ചോദിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ആ ഒരു പ്രിൻറ്റഡ് ഷോളൊക്കെ ആയിട്ട് മാച്ച് ചെയ്ത് തരാൻ പാകത്തിന്. അപ്പോൾ ബ്ലാക്ക് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും പ്രയോജനമുള്ള ഐറ്റമാണ്. ഇതിപ്പോൾ ഈവൻ അങ്ങനെയൊന്നും അല്ലേ പോലും നമുക്ക് നോർമലായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ലൈനിങ് ഒക്കെ ഇട്ട് ചെയ്തേക്കുന്ന കേട്ടോ. കോട്ടൻ്റെ തന്നെ ഫാബ്രിക്, ലിനൻ കോട്ടണിലാണ് നമുക്ക് ടോപ്പ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ തന്നെ ബ്ലാക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. നെക്കൊക്കെ കുറച്ച് നമ്മൾ നോർമൽ ചുരിദാർ കട്ടിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സൈസ് ലൈനിങ് ഉള്ളതുകൊണ്ട് നെക്ക് സൈസ് എടുക്കണം. 48 സ്റ്റാർട്ടിങ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് 40 സൈസാണ്. നോർമലി മീഡിയം ഞാൻ ഉപയോഗിക്കാറ്. അപ്പം 40 എന്ന് എഴുതിയേക്കുന്നത്. ലാർജിൻ്റെ സൈസിലാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. 40, അതായത് ലാർജ്, XL, XXL, 3XL വരെ സൈസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നേക്കാളും നെക്സ്റ്റ് സൈസ് എടുക്കണം കേട്ടോ. അത് ലൈനിങ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം തിക്കായിട്ടുള്ള ഫാബ്രിക്, അതുകൊണ്ടാണ് ലൈനിങ് കൊടുത്തേക്കുന്നതാണെങ്കിലും കോട്ടൺ തന്നെ അത്യാവശ്യം നല്ല മെറ്റീരിയൽ. സെപ്പറേറ്റ് വാഷ് ചെയ്താൽ മതി കേട്ടോ. ഈ ലൈനിങ് ഉള്ളതാണെങ്കിലും ടോപ്പിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ആണെങ്കിലും ഒക്കെ ആ ഒരു ചിലപ്പം കോട്ടൻ്റെ മെറ്റീരിയൽ ഏതാ ഉപയോഗിച്ചേക്കുന്നത് നമുക്കറിയത്തില്ലോ. എക്സസ് ഡൈ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കളർ ബ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെപ്പറേറ്റ് കോട്ടൺ ഏതെടുത്താലും ജസ്റ്റ് സെപ്പറേറ്റ് വാഷ് ചെയ്ത്, കോട്ടൺ ആൻഡ് റയോൺ ആണെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. സെപ്പറേറ്റ് മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ. അത് ഞാനിങ്ങനെ ഓർക്കുമ്പോൾ അങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ മേടിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കോട്ടൺ പോലത്തെ റയോൺ പോലത്തെ മെറ്റീരിയൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഏതെടുത്താലും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് നോക്കുക. ഒരു അറ്റം പിടിച്ചിട്ട് കുറച്ചൊന്ന് വാഷ് ചെയ്തൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കളർ കാർഡ് വല്ലതും മുക്കിയേക്കുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മുക്കിപ്പൊക്കി എടുത്താൽ മതി. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കളർ മൊത്തം പോയി തീരുമൊന്നുമില്ല. ജസ്റ്റ് എക്സസ് ആയിട്ടുള്ളത് ജസ്റ്റ് അവർ പോകുന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് മെറ്റീരിയലിന് കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ അതനുസരിച്ച് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. നല്ല ജെറ്റ് ബ്ലാക്കിലാട്ടോ ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് കയ്യിൽ നിങ്ങളുടെ ബനാറസി ടൈപ്പ് ദുപ്പട്ടയുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ടസറിൻ്റെ ടൈപ്പ് ദുപ്പട്ടയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു സെറ്റായിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റം. ഞാൻ ഇട്ടേക്കുന്നത് ബോട്ടം ബ്ലാക്കാണ്. എന്തായാലും എല്ലാവരുടെയും ബോട്ടം ബ്ലാക്ക് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ സെറ്റാക്കി ഒരു ദുപ്പട്ടയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ ഇടാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് A676. റേറ്റ് ഭയങ്കര റീസണബിൾ ആട്ടോ. 480 രൂപയേ ഉള്ളൂ. 480.